ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് ഇൻഡസ്ട്രീഷ്യൽ ആഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഡിസലൗഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻസ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അഥവാ എങ്ങനെയാണ് ഇൻഡസ്ട്രീഷ്യൽ ആഡ്സ് പ്രോപ്പറായിട്ട് ആപ്പിൽ കാണിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ എന്തെങ്കിലും ഡിസലൗഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോളിസി വാണിംഗ് വരും. ചിലപ്പോൾ നമ്മുടെ അഡ്മോബ് അക്കൗണ്ട് തന്നെ ക്ലോസ് ആകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ആഡ്സ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഫസ്റ്റ് ഈ ഡോക്യുമെൻറ്റേഷനിലുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അതിനുശേഷം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആപ്പ് ലോഡ് ചെയ്യുമ്പോൾ ആദ്യമേ ആഡ് കാണിക്കാൻ പാടില്ല, ഇൻഡസ്ട്രീഷ്യൽ ആഡ്. സപ്പോസ് ഈ എക്സാമ്പിളിൽ കാണിച്ചേക്കുന്ന ഒരു ഡിസലൗഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ഫസ്റ്റ് ഒരു യൂസർ ആപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ഉടൻ തന്നെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡാണ് കാണുന്നത്. അതൊരിക്കലും അലൗഡ് അല്ല. ഉണ്ട് ഇവിടെ കാണിച്ചേക്കുന്ന ഇൻഡസ്ട്രീഷ്യൽ ആഡ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആപ്പിൻ്റെ സ്ക്രീൻ ലോഡാകുന്നത്. ഇതൊരിക്കലും പാടില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ആപ്പിൻ്റെ സ്പ്ലാഷ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ലോഡ് ചെയ്തു അതിന് ശേഷം വേണമെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ആഡ് കാണിക്കാം. ഇപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷനിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അഡ് കാണിച്ചേക്കുന്നത് ആപ്പിന് വെളിയിലാണ്. ആദ്യമേ അഡ് വന്നതുകൊണ്ട് ആപ്പിന് വെളിയിലാണ്. അതൊരിക്കലും അലൗഡ് അല്ല. അഡ് എപ്പോഴും നമ്മുടെ ആപ്പിൻ്റെ പാർട്ടായിരിക്കണം. അതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ഒരു ഡിസലൗഡ് മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. ആപ്പ് എക്സിറ്റ് ചെയ്യുകയാണ് യൂസർ. ഉണ്ട് ഇവിടെ ആപ്പ് ക്ലോസ് ചെയ്തു, ഉടൻ തന്നെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡ് വന്നു. പക്ഷേ ഇൻഡസ്ട്രീഷ്യൽ ആഡ് ക്ലോസ് ചെയ്തപ്പോൾ അത് ഹോം പേജിലേക്കാണ് പോയത്. ഹോം പേജിലേക്കല്ല, ഹോം സ്ക്രീനിലേക്കാണ് പോയത്. അതൊരിക്കലും അലൗഡ് അല്ല. കാരണം ഇത് നമ്മുടെ ആപ്പിന് വെളിയിലാണ് ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ ആഡ് കാണിച്ചേക്കുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ വേറൊരു ഡിസലൗഡ് എക്സാമ്പിളാണ് റിക്കറിങ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ യൂസർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അഡ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും അലൗഡ് അല്ല. ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, യൂസർ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഉടൻ തന്നെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡ് കണ്ടു. ഇൻഡസ്ട്രീഷ്യൽ ആഡിൻ്റെ ക്ലോസ് ബട്ടൺ ടാപ്പ് ചെയ്തപ്പോൾ ഉടൻ തന്നെ സെക്കൻഡ് ഇൻഡസ്ട്രീഷ്യൽ ആഡ് കണ്ടു. ഇതൊരിക്കലും അലൗഡ് അല്ല. കാരണം ഇത് ഒരു സെക്കൻഡ് പോലും ഡിലേ ഇല്ലാതെ ഉടൻ തന്നെ അടുത്ത ആഡ് കാണുകയാണ്. ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ഫോർ അഡ്സ് കാണിക്കാൻ വേണ്ടി മാത്രമാകരുത് ആപ്പ്. ഒരു മിനിമം ഫങ്ഷണാലിറ്റി അതിന് വേണം. അതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രീഷ്യൽ ആഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത് ഒരിക്കലും ഇൻട്രൂസീവായി തോന്നരുത് യൂസറിന്. ഗൂഗിൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ട്രെയിനിങ്ങിൽ വെബിനാർസ് നടത്താറുണ്ട്. അതിലവർ പറയുന്നത് റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 120 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റിന് ശേഷമേ ഒരു ഡിലേ കൊടുക്കണം. കാരണം ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡ് കണ്ട് അടുത്തത് കാണുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റെങ്കിലും ആയിരിക്കണം. എന്നിട്ടേ അത് സെക്കൻഡ് ഇൻഡസ്ട്രീഷ്യൽ ആഡ് കാണിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ റിക്കറിങ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുന്നതിൽ യൂസർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും ഈ ആഡ്സ് കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഈ എക്സാമ്പിളിൽ അതാണ് കാണിക്കുന്നത്. യൂസർ ഈ ലൊക്കേഷൻ എന്നുള്ള ഐക്കൺ ടാപ്പ് ചെയ്തു, ഉടൻ തന്നെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡ്, അത് ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത പേജിൽ കുറേ മെനു ഉണ്ട്. അതിൽ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തു, ഉടനെ അടുത്തൊരു ഇൻഡസ്ട്രീഷ്യൽ. ഇത് നാവിഗേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ഇതൊരിക്കലും അലൗഡ് അല്ല. കാരണം യൂസർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും ഉടൻ തന്നെ ആഡ്സ് കാണിച്ചാൽ അത് ഒരിക്കലും ഗൂഗിൾ അലോ ചെയ്യില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ചെക്ക് ചെയ്യണം. യൂസർ ഒരു ആക്ഷൻ ചെയ്തു, ഓക്കെ, ഉടൻ തന്നെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡ് കണ്ടു. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ യൂസർ ചെയ്യുകയാണ്, നമ്മൾ അതിൻ്റെ ഒരു കൗണ്ട് എടുക്കണം. ഇപ്പോൾ യൂസർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ആക്ഷൻ, 5 തവണ എന്തെങ്കിലും ആക്ഷൻ ചെയ്തതിന് ശേഷം കാണിച്ചാൽ കുഴപ്പമില്ല.
റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഇൻ്റർസ്റ്റീഷ്യൽ അഡ് കാണിച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക, അത് ഓക്കെയാണ്. എന്നെങ്കിൽ രണ്ടാമത് എന്ത് ചെക്ക് ചെയ്യണം, യൂസർ എന്തെങ്കിലും ഒരു ആദ്യത്തെ ആക്ഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും 5 ആക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നാൽ ഓക്കെ. എന്തെങ്കിലും 5 തവണ ഏതെങ്കിലും ബട്ടണോ ലിസ്റ്റോ എന്തെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് യൂസർ വന്നേക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും 5 ടൈംസ് എന്തെങ്കിലും ആക്ഷൻ യൂസർ ചെയ്തോ, ഓക്കെ, അതും സാറ്റിസ്ഫൈഡ് ആണ് ആ കണ്ടീഷനും എന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ അഡ് കാണിക്കുക. ഇൻ്റർസ്റ്റീഷ്യൽ അഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന് CPM അഥവാ ക്ലിക്കിന് നമുക്ക് പണം കിട്ടുന്നത് കൂടുതലായിരിക്കും ഇൻ്റർസ്റ്റീഷ്യൽ അഡിൽ. ബാനറിന് അത്രയും പൈസ കിട്ടത്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് ഒരു ഇൻട്രൂസീവ് ഫോർമാറ്റാണ്. കാരണം ഫുൾ സ്ക്രീനിലും ഇത് ആഡ്സ് ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് യൂസേഴ്സ് അധികം ഇഷ്ടപ്പെടില്ല. പക്ഷെ ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്നത് യൂസർ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു ഗെയിം ആണെങ്കിൽ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫയൽ ഹാൻഡിലിംഗ് ചെയ്യുന്ന ഒരു ആപ്പാണെങ്കിൽ ഒരു ഫയൽ എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക, അതിന് ആ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ടാൽ യൂസറിന് അത്രയും പ്രശ്നം കാണത്തില്ല. അതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസലൗഡ് എന്ന് പറയുന്നത് ഇൻ്റർസ്റ്റീഷ്യൽ ദാറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ലോഞ്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂസർ ഒരു സ്ക്രീനിൽ നിൽക്കുക, ഓക്കെ, ഒരു യൂസർ ഒരു ആക്ഷനും ചെയ്യുന്നില്ല, പക്ഷെ പെട്ടെന്ന് ഉടൻ തന്നെ ഒരു ഇൻ്റർസ്റ്റീഷ്യൽ അഡ് വന്നു. അപ്പോൾ യൂസറിന് അറിയില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്താൽ അത് യൂസർ ആക്സിഡൻ്റലി അതിൽ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇത് ഒരിക്കലും അലൗ ചെയ്യില്ല ഈ ഇംപ്ലിമെൻറ്റേഷൻ. കാരണം ഇപ്പം യൂസർ എന്തെങ്കിലും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡൻ്റലി പെട്ടെന്ന് ഈ ഇൻ്റർസ്റ്റീഷ്യൽ അഡ് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ യൂസർ അതിൽ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും യൂസർ എന്തെങ്കിലും ആക്ഷൻ ചെയ്യാതെ ഇൻ്റർസ്റ്റീഷ്യൽ അഡ് കാണിക്കാൻ പാടില്ല. കണ്ടോ, ഇവിടെ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. യൂസർ ഒരു ആക്ഷൻ ചെയ്തു, ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്തു, ഉടൻ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി വിളിക്കാനുള്ള സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നുള്ള കോഡ് കോൾ ചെയ്തു. അതിനുശേഷം ആ ആക്ടിവിറ്റിയിലാണ് ഇൻ്റർസ്റ്റീഷ്യൽ അഡ് വിളിച്ചതെങ്കിൽ യൂസർ ഈ സെക്കൻഡ് സ്ക്രീനിൽ വന്നു, അതിനുശേഷം ഇൻ്റർസ്റ്റീഷ്യൽ അഡ് കണ്ടു, വീണ്ടും അത് ക്ലോസ് ചെയ്തപ്പോൾ സെക്കൻഡ് സ്ക്രീനിൽ തന്നെയാണ് ഇരിക്കുന്നത്, മാറ്റമൊന്നും വന്നിട്ടില്ല. ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർസ്റ്റീഷ്യൽ അഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്ക്രീനും ശേഷമുള്ള സ്ക്രീനും ഡിഫറൻ്റ് ആയിരിക്കണം. സെയിം പേജിൽ തന്നെ ആണ് യൂസർ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അത് അലൗഡ് അല്ല. ഇൻ്റർസ്റ്റീഷ്യൽ അഡ് ശരിക്കും കാണിക്കേണ്ടത് എന്തെങ്കിലും 2 സ്ക്രീനിന് ഇടയ്ക്കായിരിക്കണം. ഇൻ്റർസ്റ്റീഷ്യൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ അതാണ്. അല്ലാതെ എന്തെങ്കിലും യൂസ് ചെയ്താൽ അവർ നമ്മുടെ ആപ്പ് സസ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് വളരെ റിസ്ക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ഡിറ്റക്റ്റ് ചെയ്തെന്നിരിക്കില്ല, പക്ഷേ പിന്നീട് പെട്ടെന്നായിരിക്കും നമുക്കൊരു പോളിസി മെയിൽ വരുന്നത്, യുവർ ആപ്പ് വയലേറ്റ് ദിസ് പോളിസി എന്ന് പറഞ്ഞ്. ചിലപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് 2 പേജിനിടയ്ക്ക് അഡ് കണ്ടതിന് ശേഷം അഡ് ക്ലോസ് ചെയ്തപ്പോൾ യൂസർ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോവുക. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്, അഡ് യൂട്ടിൽസ് എന്ന് പറഞ്ഞ്. ഓക്കെ, അതിനു മുമ്പ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവർ റെക്കമെൻഡേഷൻ തരുന്നുണ്ട് എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാമെന്ന്. 2 സ്ക്രീനും ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഈ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത്. പിന്നെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ആപ്പിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ആപ്പ് ഒരു ഏജ് റേറ്റിംഗ് കൊടുക്കുമല്ലോ, അതൊരു 13+, അങ്ങനെ 13 ഏജ് തൊട്ട് അലൗഡ് ആണെങ്കിൽ നമ്മുടെ ആപ്പും അതിനനുസരിച്ച് കോംപ്ലൈൻ്റ് ആയിരിക്കണം. ഇപ്പം നമ്മുടെ അഡ്മോബിൻ്റെ കൺസോളിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏജ് റേറ്റിംഗ് അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോളിസി വാണിംഗ് വരാൻ ചാൻസ് ഉണ്ട്.
നമ്മുടെ അഡിനും ഇതേ സെയിം റെസ്ട്രിക്ഷൻ കൊടുക്കണം. ആപ്പിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്ന പോലെ നമ്മുടെ അഡ്സിനും ഇതുപോലെ തന്നെ കൊടുക്കണം. കാരണം അഡ്സും ഏജ് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് അഡ് യൂണിറ്റ് ID മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പണി കിട്ടും. കാരണം നമ്മുടെ അഡ് നമ്മൾ തന്നെ കണ്ടാൽ അത് ശരിക്കും പറഞ്ഞാൽ അഡ്സ് കൊടുക്കുന്ന ആൾക്ക് നഷ്ടമാണ്. കാരണം ഗൂഗിൾ ഒരിക്കലും അത് അലോ ചെയ്യില്ല. കാരണം നമ്മുടെ ഡീബഗിങ് മോഡിലാണോ എന്നൊക്കെ അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരിക്കലും ടെസ്റ്റ് അഡ് യൂണിറ്റ് ID അല്ലാതെ ശരിക്കുള്ള കണ്ടോ, ഇപ്പം നമ്മൾ ഈ ടെസ്റ്റ് അഡ് യൂണിറ്റ് സെറ്റ് അഡ് യൂണിറ്റ് ID എന്ന് കൊടുത്തേക്കുന്നത് ഡീബഗ് മോഡ് ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി ഗൂഗിൾ തരുന്ന 712 എൻഡ് ചെയ്യുന്ന അഡ് യൂണിറ്റ് ID ആണ്. അല്ല, നമ്മുടെ ആപ്പിൽ ശരിക്കുള്ള അഡ് യൂണിറ്റ് ID നമ്മൾ യൂസ് ചെയ്താൽ അത് പോളിസി വയലേഷനാണ്. കാരണം നമ്മൾ റിയൽ അഡ്സ് അന്നേരം കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പിൻ്റെ അക്കൗണ്ട് തന്നെ ടെർമിനേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ടെസ്റ്റ് അഡ് യൂണിറ്റ് IDസും ഈ മാനിഫെസ്റ്റ് ഫയലിലാണേലും ആപ്പ് ഐഡിയും ടെസ്റ്റ് ആപ്പ് ID യൂസ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ ലിസ്റ്റിങ്ങിൽ ഒരു പ്രൈവസി പോളിസി URL കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു വാർണിംഗ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ URL നമ്മുടെ യൂസറിൻ്റെ പ്രൈവസി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ പ്രൈവസി പോളിസി ആയിട്ട് കൊടുക്കണം. അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ആഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ, നമ്മുടെ യൂസറിൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ഡേറ്റ നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണം. അതിനുവേണ്ടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പ് പ്രൈവസി പോളിസി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രൈവസി പോളിസി അതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഉണ്ട്, ഇതാണ് നമ്മുടെ ഒരു ആപ്പ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ആപ്പിൻ്റെ ടൈപ്പ് ആൻഡ്രോയിഡ് ആപ്പാണോ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ഈ നമ്മുടെ ആപ്പിന് വേണ്ട പ്രൈവസി പോളിസി അവർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകും. ഈ നെക്സ്റ്റ് സ്ക്രീനിൽ ഏതൊക്കെ ലൈബ്രറീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ മൊബൈൽ ആഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് പ്രൈവസി പോളിസി ജനറേറ്റ് ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ ആപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഡസ്ട്രീഷ്യൽ ആഡ്സ് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പ്രൊജക്റ്റിൽ ആക്ടിവിറ്റിയിൽ തന്നെയായിരുന്നു നമ്മൾ ലോഡ് ചെയ്തത്. നമുക്ക് ഈ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇൻഡസ്ട്രീഷ്യൽ ആഡ് ലോഡ് ചെയ്ത് മെയിൻ ആക്ടിവിറ്റിയുടെ ഓൺ ക്രിയേറ്റ് മെത്തേഡിലാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്താൽ സെയിം ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ പാസ് ചെയ്ത് വിടേണ്ടത്. അത് നമുക്ക് പ്രശ്നം വരും. നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ആഡ് എന്ന് പറഞ്ഞാൽ അത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീലോഡ് ചെയ്ത് വെക്കണമെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റീസിന് ഇടയ്ക്കാണ് ഇത് ആഡ്സ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നമ്മൾ എന്തായാലും അത് ലോഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മെയിൻ ആക്ടിവിറ്റിയിലാണ് ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ ഒരു യൂട്ടിൽസ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു പുതിയൊരു പാക്കേജ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ പാക്കേജ്, അതിൽ ഞാൻ യൂട്ടിൽസ് എന്ന് കൊടുത്തു. ഞാനൊരു പുതിയൊരു സിംഗിൾട്ടൺ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ജാവ ക്ലാസ്. ഞാൻ ആഡ് യൂട്ടിൽസ് എന്ന് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സിംഗിൾട്ടൺ ക്ലാസ് ആണ്. ഇതൊരു സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കണം. സ്റ്റാറ്റിക് ആക്സസ് സ്പെസിഫയർ കൊടുത്താൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ഏത് ക്ലാസ്സിൽ നിന്ന് വേണേലും ഈ ആഡ് യൂട്ടിൽസ് ക്ലാസ് വിളിക്കാൻ പറ്റും. അപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് എന്ന് കൊടുക്കണം. അതിനുവേണ്ടി അല്ല, ഇത് പബ്ലിക് ക്ലാസ് ആണ്. നമ്മുടെ അതിൽ കൊടുക്കുന്ന മെത്തേഡ്സ് സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആഡ് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള കോഡ് ഞാനിവിടെ ഒരു ഫങ്ഷനായിട്ട് കൊടുക്കുകയാണ് ആഡ് യൂട്ടിൽസിൽ.
അതെങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് പബ്ലിക് സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുത്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ഇനീഷ്യലൈസിന് വേണ്ടി ഇനിറ്റ് എന്ന് കൊടുത്തു. ഇനിറ്റ് ആൻഡ് ലോഡഡ് ഇങ്ങനെ ഒരു മെത്തേഡ് ഞാൻ കൊടുത്തു. അതിനൊരു ആർഗ്യുമെൻ്റ് കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ ഏത് കോണ്ടെക്സ്റ്റ് ആണെന്നുള്ളത്. നമ്മൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിൽ നിന്നായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. കോണ്ടെക്സ്റ്റ് CXT എന്ന് കൊടുത്തു. സ്പേസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മെയിൻ ആക്ടിവിറ്റി നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ ഒരു ഇൻ്റർസ്റ്റീഷ്യൽ ആഡ് ഉണ്ട്. ഇത് ഞാൻ ഈ ലൈൻ ഇവിടുന്ന് കട്ട് ചെയ്തു. നമ്മുടെ അഡ്യൂട്ടിൽസ് എടുത്തു, ഇവിടെ കൊടുത്തു. ഇവിടെ പ്രൈവറ്റ് അല്ല കൊടുക്കണ്ടേ, പബ്ലിക് സ്റ്റാറ്റിക് കൊടുക്കാം. ഇപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ആഡിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അഡ്യൂട്ടിൽസ് ക്ലാസ്സിലിട്ടാൽ ഈ ഒബ്ജക്റ്റ് നമുക്ക് മറ്റ് ക്ലാസ്സിൽ നിന്ന് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഈ ഇൻഡസ്ട്രീഷ്യൽ ആഡ് എന്നുള്ള ഈ ഒബ്ജക്റ്റിൽ ആഡ് ലോഡ് ചെയ്യിച്ചാൽ ഏത് ആക്ടിവിറ്റിയിൽ നിന്ന് വേണമെങ്കിലും അത് വിളിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഇനിഷ്യലൈസ് ചെയ്യാം. അതിൻ്റെ കോഡ് മെയിൻ ആക്ടിവിറ്റിയിലുണ്ടല്ലോ. ഇത്രയും കോഡ് ഞാൻ ഇതിലേക്ക് എടുത്തു, കട്ട് ചെയ്തു, അഡ്യൂട്ടിൽസ് എന്നുള്ള ഈ ക്ലാസ്സിലിട്ടു. ഇവിടെ ദിസ് എന്ന് നമ്മൾ ആക്ടിവിറ്റി ക്ലാസ്സിലാണ് എടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കണം. ദിസ് റീപ്ലേസ് ചെയ്ത് കോണ്ടെക്സ്റ്റ് കൊടുത്തു. നമ്മൾ ഡീബഗ് ആണോ എന്ന് ചെക്ക് ചെയ്തു. സെറ്റ് അഡ് യൂണിറ്റ് ID അതൊക്കെ ഓക്കെയാണ്. നമ്മുടെ ഇങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. നമുക്കതിനുവേണ്ടി ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് നമുക്കൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഫൈനൽ യൂസ് ചെയ്യാം. ഫൈനൽ അഡ് യൂണിറ്റ് ID ഡീബഗ് ഈക്വൽ ടു നമ്മുടെ ഈ ഡിഫോൾട്ട് ഡീബഗ് ID അഡ് യൂണിറ്റ് ID കൊടുക്കാം. ഇവിടെ ഡേറ്റ ടൈപ്പ് കൊടുക്കണം സ്ട്രിങ്. ഓക്കെ, അഡ് യൂണിറ്റ് ID ഡീബഗ് അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ ഈ ലൈൻ തന്നെ കോപ്പി ചെയ്യാം. ഡീബഗ് അല്ല, റിലീസ്. ഈ 712 എന്നുള്ളത് ഇത് മാറ്റി. ഇപ്പം നമ്മുടെ ഒന്ന് അലൈൻ ചെയ്യാം. കൺട്രോൾ ആൾട്ട് ഇൻഡൻറ്റേഷൻ. ഓക്കെ, അഡ് യൂണിറ്റ് ID റിലീസ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. നമ്മുടെ ആപ്പ് റിലീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഇത് എംപ്റ്റി ആണെങ്കിൽ. ഇവിടെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള റിലീസ് ആപ്പ് ID അഡ് യൂണിറ്റ് ID കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഫങ്ഷനിൽ ഇൻഡസ്ട്രീഷ്യൽ ആഡ് ലോഡായിട്ടുണ്ട്. ഇനിറ്റ് ആൻഡ് ലോഡ് അഡ് എന്നുള്ള ഫങ്ഷൻ ഇത് നമുക്ക് വിളിക്കണം ഇവിടുന്ന് മെയിൻ ആക്ടിവിറ്റി. നമ്മൾ മെയിൻ ആക്ടിവിറ്റി ചെയ്ത കാര്യങ്ങൾ അഡ്യൂട്ടിൽസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഫങ്ഷൻ വിളിക്കാം. അഡ്യൂട്ടിൽസ് ഡോട്ട് ഇനിറ്റ് ആൻഡ് ലോഡ് ആഡ്. അതിൽ കോണ്ടെക്സ്റ്റ് കൊടുക്കുക മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത കാര്യം തന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് വേറൊരു സിംഗിൾട്ടൺ ക്ലാസ്സിലേക്ക് മാറ്റിയേക്കുവാണ്. അഡ്യൂട്ടിൽസ് എന്നാണ് അതിൻ്റെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ മൈ അഡാപ്റ്റർ എന്നുള്ള ഈ അഡാപ്റ്റർ ക്ലാസ്സിൽ ഇൻഡസ്ട്രീഷ്യൽ ആഡിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. പഴയ എക്സാമ്പിളിൽ നമുക്കത് മാറ്റിയേക്കാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ഇൻഡസ്ട്രീഷ്യൽ ആഡ് വിളിച്ചതെല്ലാം മാറ്റുകയാണ്.
ഇവിടെയാണ് ഇൻഡസ്ട്രീഷ്യൽ ലോഡ് ചെയ്തെങ്കിൽ അത് ഷോ ചെയ്യുക, അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ പറയാം. അതിനു മുന്നേ നമുക്ക് ഇതിലെ ആർഗ്യുമെൻറ്റ് ഇൻഡസ്ട്രീഷ്യൽ അഡിൻ്റെ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ അഡ്യൂട്ടിൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് ക്ലാസ്സിൽ നിന്ന് വേണമെങ്കിലും ഈ അഡിൻ്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അഡ്യൂട്ടിൽസ് എന്നുള്ള ക്ലാസ് എടുത്തു. അവിടെ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ യൂസർ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുമ്പോൾ അഡ് ഓപ്പൺ ആവുക, അഡ് ക്ലോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോവുക. അതിനുവേണ്ടിയുള്ള കോഡാണ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് void റിട്ടേൺ ടൈപ്പ് void കൊടുക്കാം. നമുക്ക് ലോഡ് ഇൻഡസ്ട്രീഷ്യൽ ലോഡല്ല, ഓപ്പൺ ആക്ടിവിറ്റി ആഫ്റ്റർ അഡ്, അങ്ങനെ ഒരു ഫംഗ്ഷൻ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കാം. ഓപ്പൺ ആക്ടിവിറ്റി ആഫ്റ്റർ അഡ്. അതിലെന്തായാലും ഒരു കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. ഫൈനൽ കോണ്ടെക്സ്റ്റ് CXT എന്ന് കൊടുത്തു. അതൊരു ഇൻറ്റൻ്റ് ആയിരിക്കണം. സെക്കൻഡ് ഓക്കെ, കോണ്ടെക്സ്റ്റ് കഴിഞ്ഞ് സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫൈനൽ. ഈ ഒരു ഇൻറ്റൻ്റ് ആയിരിക്കണം സെക്കൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യേണ്ടത്. ആ ഇൻറ്റൻ്റ് കൊടുക്കുക. ഇൻറ്റൻ്റ് എന്ന് കൊടുത്തു. നമ്മൾ വേറൊരു ലിസണർ ക്ലാസ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരു ചെറിയൊരു ക്ലാസ്സാണ് അത്. നമുക്ക് ന്യൂ ജാവ ക്ലാസ്, ഇതൊരു സിംഗിൾട്ടൺ ക്ലാസ് ആണ്. ക്ലാസ്സിൻ്റെ നെയിം അഡ് ലിസണർ വിത്ത് ആക്ഷൻ എന്ന് കൊടുക്കാം. ആക്ച്വലി ഇത് സിംഗിൾട്ടൺ ക്ലാസ് അല്ല, അത് അഡ് ലിസണർ എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ഉണ്ട്. അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻസ് അഡ് ലിസണർ. നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ ആൻഡ്രോയിഡ് GMS ads.add listener. അതിനെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിലൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് റിട്ടേൺ ടൈപ്പ് void ഓൺ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ ആക്ഷൻ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ് അത് ചെയ്യേണ്ടത്. നമ്മുടെ ഈ അഡ് ലിസണറിലൊരു ഡിഫോൾട്ട് ഫംഗ്ഷൻ ഉണ്ട്, അത് ഓവർറൈഡ് ചെയ്യണം. അത് ഓൺ അഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഓൺ അഡ് ക്ലോസ്ഡ് എന്ത് ആക്ഷൻ ചെയ്യണമെന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഓൺ നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ള ഈ ഫംഗ്ഷന് ഇതിനെ റീപ്ലേസ് ചെയ്യാതെ, ഇപ്പോൾ സൂപ്പർ ക്ലാസ് ആണ് വിളിച്ചേക്കുന്നത്. അതിന് പകരം നമ്മളവിടെ ഓൺ നെക്സ്റ്റ് ആക്ഷൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത അതേ ഫംഗ്ഷൻ കോൾ ചെയ്യുക. അഡ് ക്ലോസ് ചെയ്ത ഉടനെ നമ്മുടെ അഡ് വീണ്ടും ഒന്നുകൂടി ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഡ് ഇവിടെയാണ് കൊടുക്കേണ്ടത്.
ജസ്റ്റ് ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ആഡ് യൂട്ടിൽസിൽ കുറച്ച് ചേഞ്ചസ് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ അത് ആഡ് ചെയ്യാം. കഴിഞ്ഞ് നമ്മുടെ ആഡ് യൂട്ടിൽസ് ക്ലാസ് നോക്കി. അവിടെ ഓപ്പൺ ആക്ടിവിറ്റി ആഫ്റ്റർ ആഡ് എന്നൊരു മെത്തേഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ആഡ് ലിസണർ വിത്ത് ആക്ഷൻ വിളിക്കുക. ഇവിടെ ആഡ് ലിസണർ വിത്ത് ആക്ഷൻ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആഡ് ലിസണർ എന്ന് ഞാൻ കൊടുത്തു. ഈക്വൽ ടു അതിൻ്റെ പുതിയ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ആഡ് ലിസണർ വിത്ത് ആക്ഷൻ. അതിൽ ഓവർറൈഡ് ചെയ്തേക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ നെക്സ്റ്റ് ആക്ഷൻ. ഓൺ നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെമിക്കോളൻ എഴുതണം. ഈ ഓൺ നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ള ഈ ഫങ്ഷനിൽ അതിൻ്റെ സൂപ്പർ ക്ലാസ് വിളിക്കേണ്ട, പകരം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഡ് ക്ലോസ് ഓൺ നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളിടത്ത് എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലാസ് നോക്കി അറിയാൻ പറ്റും. ആഡ് ക്ലോസ് ചെയ്യുന്നിടത്താണ് ഓൺ നെക്സ്റ്റ് ആക്ഷൻ വിളിക്കുന്നത്. ആ ഓൺ നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ആഡ് ക്ലോസ് ചെയ്ത ഉടനെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകണം. അതിനുവേണ്ടി സ്റ്റാർട്ട് ആക്ടിവിറ്റിയാണ് വിളിക്കേണ്ടത്. ഇവിടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കോണ്ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെ വിളിക്കാൻ പറ്റത്തില്ല. ഇതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയതുകൊണ്ട് ആക്ടിവിറ്റിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. അതുകൊണ്ട് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് എടുത്തു. അതൊരു ആക്ടിവിറ്റിയുടെ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. കോണ്ടെക്സ്റ്റ് ഡോട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിച്ചു. അതിൽ ആർഗ്യുമെൻ്റായിട്ട് ഇൻറ്റൻറ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആഡ് ക്ലോസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അടുത്ത ഇൻറ്റൻറ്റ് കോൾ ആവുകയാണ്. ഇവിടെ ഈ ആഡ് ലിസണർ ഡിഫൈൻ ചെയ്ത് ഇവിടെയാണ്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പുതിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഷോ ഇൻഡസ്ട്രീഷ്യൽ വിത്ത് ആക്ഷൻ എന്ന്. അത് നമുക്കിവിടെ കോൾ ചെയ്യണം. ഇവിടെ ഷോ ഇൻഡസ്ട്രീഷ്യൽ. ഓക്കെ, നമുക്ക് അത് ഈ ഫങ്ഷന് ശേഷം എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് നമുക്ക് വോയിഡ് കൊടുക്കാം. ഓക്കെ, ഈ ഫങ്ഷൻ നമ്മളിവിടെ വിളിക്കണം, ഷോ ഇൻഡസ്ട്രീഷ്യൽ എന്നുള്ളിടത്ത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കോണ്ടെക്സ്റ്റ് ആയിരിക്കണം. CXT എന്ന് ഞാൻ കൊടുത്തു. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ആഡ് ലിസണർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ അത് തന്നെ പാസ് ചെയ്യാം. ഇവിടെ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തു ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് ആഡ് ലിസണർ എന്നുള്ളത് പാസ് ചെയ്തു. ഡിഫറെൻറ്റ് ഫങ്ഷനായിട്ട് ചെയ്ത് കോഡ് റീഡബിലിറ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് വേറൊരു ഫങ്ഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയെന്ന് തോന്നുമെങ്കിലും ഇത് കോഡ് നോക്കിയാൽ മനസ്സിലാകും എന്താ ചെയ്യുന്നതെന്ന്. നമുക്കിവിടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് add count
എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ഒരു വേരിയബിളിൽ അഡിൻ്റെ കൗണ്ട് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തെങ്കിലും യൂസർ 5 ആക്ഷൻ ചെയ്തതിന് ശേഷമേ അഡ് കാണിക്കാൻ പാടുള്ളൂ എന്ന്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇനി നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇൻക്രിമെൻറ്റ് അഡ് കൗണ്ട് 2 ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തേത് ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ടൈം ആണോ യൂസർ കാണുന്നതെന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇൻക്രിമെൻറ്റ് അഡ് കൗണ്ട് ഇഫ് ഷോൺ വൺസ്, അങ്ങനെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് വോയിഡ് ഇൻക്രിമെൻറ്റ് നമ്മൾ ഇതിന് മുന്നേ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം ടോപ്പിൽ. അതെന്താണെന്ന് വെച്ചാൽ പബ്ലിക് സ്റ്റാറ്റിക് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഇൻറ്റ് ഈസ് അല്ല ഷോ കൗണ്ടഡ്. അത് ഡിഫോൾട്ട് വാല്യൂ 0 കൊടുക്കാം. ഇത് കൗണ്ട് എടുക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ഒരു ബൂലിയൻ വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റിജർ അല്ല, ബൂലിയൻ. അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു തവണ കാണിച്ചു അഡ് എന്നുള്ളതാണ്. ഈസ് അഡ് ഷോൺ വൺസ് എന്ന് കൊടുക്കാം. അതിൻ്റെ വാല്യൂ ഫോൾസ് കൊടുക്കാം. ഇത് ഫസ്റ്റ് ടൈമാണ് യൂസർ ആഡ് കാണുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ 2 വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഷോ കൗണ്ട് അഡും ഈസ് അഡ് ഷോൺ വൺസ്. ആ ബൂലിയൻ വാല്യൂ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഈസ് അഡ് ഷോൺ വൺസ്. ഈ ഷോ കൗണ്ട് അഡ് എന്നുള്ളത് ഡിഫോൾട്ട് 0 ആണ് കൊടുത്തത്. അത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ++ കൊടുക്കുക. ഓക്കെ, +1 ആണ് ചെയ്യുന്നത്. ഷോ കൗണ്ട് അഡ് എന്നുള്ള വാല്യൂ 0 ആണ്, +1 ആകും. പിന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തു, റീനെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഇൻക്രിമെൻറ്റ് അഡ് കൗണ്ട് ഓൺ യൂസർ ആക്ഷൻ ആണ്. ഓൺ യൂസർ ആക്ഷൻ. അത് സെയിം ഫങ്ഷൻ തന്നെയാണ്. ഇതിനു മുന്നേ ഞാനൊരു കാര്യം ചെക്ക് ചെയ്യുകയാണ്. ഒരു ഈഫ് കണ്ടീഷനിൽ ഇവിടെ ഷോ കൗണ്ട് ഉണ്ട്. ആ കൗണ്ട് എടുത്തു, അതിലൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തു +1. അതിൻ്റെ മോഡുലസ് എടുത്തു. ഇപ്പം ഞാൻ 5 ടൈംസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ആ 5 എന്നുള്ളത് ഇവിടെ കൊടുത്തു. അതാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ. ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്യാം. 5 തവണ ആയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മോഡുലസ് എടുത്തു, മോഡ് 5 അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്തു.
ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൂടെ ഉണ്ട് ഈ കണ്ടീഷൻ. ഇതിൻ്റെ നെഗേഷൻ എടുക്കണം, നോട്ട് എടുക്കണം. ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൗണ്ട് ഒബ്ജക്റ്റ് എടുത്തു ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്തേച്ച് അതിൻ്റെ മോഡുലസ് എടുത്ത് നോക്കുകയാണ്. 5 ടൈംസ് ആയോ. നമ്മുടെ അഡ് ഒരിക്കൽ കാണിച്ചതിന് ശേഷമാണ് ഇത് നോക്കുന്നത്. അങ്ങനെ ഷോ കൗണ്ട് അഡ് എടുത്തു, അത് ഇൻക്രിമെൻ്റ് ചെയ്തു. എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസർ എന്തെങ്കിലും 5 ആക്ഷൻ ചെയ്തതിന് ശേഷം അഡ് കാണിക്കണം. ഇപ്പോൾ 5 ആക്ഷൻ ചെയ്തു എന്നുണ്ടെങ്കിൽ 5 ആക്ഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മോഡ് 0 ആണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ അത് 0, അതിൻ്റെ മോഡ് 5 എടുക്കുമ്പോൾ 0 ആണെങ്കിൽ നമ്മളത് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 5ാമത്തെ തവണ നമുക്ക് അഡ് കാണിക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഈ കോഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സഡ് കൗണ്ട് ഓക്കെ എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതൊരു ബൂലിയൻ ആണ്, പബ്ലിക് സ്റ്റാറ്റിക് ബൂലിയൻ. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ബൂലിയൻ ആണ്. അതൊരു കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്, ഈസ് അഡ് കൗണ്ട് ഓക്കെ. ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ മോഡുലസ് ആണ്. ഇവിടെ റിട്ടേൺ ഇവിടെ പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഷോ കൗണ്ട് അഡ് മോഡ് 5 = 0 സെമിക്കോളൻ. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൗണ്ട് മോഡ് 5 = 0 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 5 ടൈംസ് യൂസർ ആക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അഡ് കാണിക്കണം. അതിനുവേണ്ടി 5 ടൈംസ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണിത്. ഇതിങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്ത് നമ്മുടെ അഡിൻ്റെ ടൈം നമ്മൾ സേവ് ചെയ്യണം. നമ്മുടെ വീഡിയോ ലെങ്തി ആണെന്നറിയാം, അത് ഒറ്റ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ സഡ് ടൈം ഇലാപ്സ്ഡ് എന്ന് കൊടുക്കാം. അതിന് പബ്ലിക് സ്റ്റാറ്റിക് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ബൂലിയൻ കൊടുക്കാം. അതിന് ഫംഗ്ഷൻ നെയിം ഈ സഡ് ടൈം ഇലാപ്സ്ഡ്. ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൻ്റെ ഫസ്റ്റ് അഡ് കണ്ടതിന് ശേഷം ഇപ്പോൾ 120 സെക്കൻഡ് ആയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് ഒരു ആർഗ്യുമെൻ്റ് ഞാൻ കോണ്ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്യണം. ഷെയർഡ് പ്രിഫറൻസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രിഫറൻസസ് ഞാൻ SP എന്ന് കൊടുത്ത ഒബ്ജക്റ്റ് =context.txt get shared preferences. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രിഫറൻസ് നെയിം കൊടുക്കണം. പ്രിഫറൻസ് നെയിം അത് @time പ്രിഫറൻസ് എന്ന് കൊടുക്കാം. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അത് മോഡ് 0 കൊടുക്കണം. ഓക്കെ,
നമ്മുടെ ടൈം നേരത്തെ നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഗെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ലൈനിൽ. ടൈം ഈക്വൽ ടു ഷെയർഡ് പ്രിഫറൻസ് ഒബ്ജക്റ്റ് SP ഡോട്ട് ഗെറ്റ് ലോങ്. ലോങ് ആയിട്ടായിരിക്കും, ലോങ് ഫോർമാറ്റ് ആയിരിക്കും ഈ മില്ലി സെക്കൻഡിലുള്ള ടൈം സേവ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണിത്. പ്രിഫറൻസ് വാല്യൂ അത് അഡ് ഇൻ്റർവെൽ എന്ന് കൊടുക്കുക. അതിൻ്റെ നെയിം അഡ് ഇൻ്റർവെൽ. അല്ല, ഇത് അഡ് ടൈമാണ്. ഓക്കെ, ഇതിൻ്റെ 2 വാല്യൂസ് ഉണ്ട്. അഡ് ടൈമിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 0 കൊടുക്കാം. നമുക്ക് 2 വാല്യൂസ് സേവ് ചെയ്യാനുണ്ട്. ടൈം സേവ് ചെയ്യാനുണ്ട്, ഇൻ്റർവെല്ലും സേവ് ചെയ്യാനുണ്ട്. അഡ് ഇൻ്റർവെല്ല് കൊടുക്കാം. അഡ് ടൈമും അഡ് ഇൻ്റർവെല്ലും. ഓക്കെ, അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ഇപ്പോൾ നമുക്ക് 2 മിനിറ്റ്സ് ആണെങ്കിൽ 120 എന്ന് കൊടുക്കാം ഇൻ്റർവെല്ല്. ആ ഇൻ്റർവെല്ലിന് ശേഷമേ നെക്സ്റ്റ് ആഡ് കാണിക്കുള്ളൂ. നമുക്ക് കലണ്ടർ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ടൈം മില്ലി സെക്കൻഡ്സിൽ എടുക്കാം. അതിനുവേണ്ടി കലണ്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ജാവ യൂട്ടിൽ കലണ്ടർ CAL എന്ന് കൊടുത്തു ഈക്വൽ ടു കലണ്ടർ ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ് വിളിച്ചു. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഒരു ലോങ് ഒബ്ജക്റ്റ് കിട്ടും. മില്ലീസ് എന്ന് കൊടുത്തു. ഈ കലണ്ടർ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ടൈം ഇൻ മില്ലീസ്. ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കലണ്ടർ ഒബ്ജക്റ്റിലെ ഈ കറണ്ട് ടൈം മില്ലി സെക്കൻഡ്സിലെടുത്ത് അതാണ് ഈ മില്ലീസ് എന്നുള്ള ഈ ലോങ് വാല്യൂവിൽ സേവ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ലോങ് ഡിഫറൻസ്. ഈ ഡിഫറൻസ് എന്നുള്ള ഒബ്ജക്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മില്ലീസ് എന്നുള്ളത് മൈനസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ടൈമിന് മില്ലീസിലുള്ള വാല്യൂ ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ലൈനിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് ഈ ഡിഫറൻസ് അത് ഗ്രേറ്റർ ദാൻ ഈ അഡ് ഇൻ്റർവെൽ, ഈ 120 മില്ലി സെക്കൻഡിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അഡ് ഇൻ്റർവെൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 1000. മില്ലി സെക്കൻഡിനെ സെക്കൻഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 120 ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവെല്ലെങ്കിൽ അതനുസരിച്ച് അത് ഡിസേബിൾ അഡ് $120. അതാണ് ആക്ച്വലി ചെയ്യുന്നത്. ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഡിസേബിൾ ആവുകയാണെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ ട്രൂ കണ്ടീഷൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അഡ് കാണിച്ചപ്പോൾ നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട് ഷെയർഡ് പ്രിഫറൻസിൽ. അതിനുശേഷം 120 സെക്കൻഡ് ആയെങ്കിൽ മാത്രമേ അറ്റ് ടൈം ഇലാപ്സ്ഡ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആകത്തുള്ളൂ. അതിൻ്റെ എൽസ് കണ്ടീഷനിൽ ഫോൾസ് റിട്ടേൺ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആക്ച്വലി നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഷെയർഡ് പ്രിഫറൻസിൽ ഈ വാല്യൂ സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇനി വേണമെങ്കിൽ ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക്
സെറ്റ് ഷെയർഡ് പ്രിഫറൻസ്, ഇവിടെ സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം എന്ന് കൊടുക്കാം. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കാം. ഇത് ഫങ്ഷനാണ്. സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം. അതിനൊരു കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. കോണ്ടെക്സ്റ്റ് CXT കൊടുത്ത് ഇവിടെ നമ്മൾ ഈ മില്ലീസിലുള്ള വാല്യൂ എടുക്കണം. കലണ്ടർ ഈ ലൈൻ ഞാൻ കോപ്പി ചെയ്തു. ഈ കറണ്ട് ടൈമിലുള്ള മില്ലീസിലുള്ള വാല്യൂസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഷെയർഡ് പ്രിഫറൻസ് ഇവിടെ ആവശ്യമുണ്ട്. ആ ലൈൻ കോപ്പി ചെയ്തു. ഇനി നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് എഡിറ്റർ യൂസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഷെയർഡ് പ്രിഫറൻസസ് ഡോട്ട് എഡിറ്റർ. എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വാല്യൂ. എഡിറ്ററിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഷെയർഡ് പ്രിഫറൻസ് SP എന്നുള്ളതാണ്. SP ഡോട്ട് എഡിറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ എഡിറ്റർ ഡോട്ട് പുട്ട് ലോങ് ആയിരിക്കും. പുട്ട് ലോങ് ഒരു കീ വാല്യൂ പെയറായിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂ അറ്റ് ടൈം എന്നുള്ള വാല്യൂ ആണ്. അത് നമ്മളിവിടെ കൊടുക്കണം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൽ ഒരു സ്ട്രിങ് വാല്യൂ ആണ് അറ്റ് ടൈം. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ മില്ലീസിലുള്ള വാല്യൂ ആണ്. ഈ മില്ലീസ് എന്നുള്ള ഒബ്ജക്റ്റ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലൈനിൽ എഡിറ്റർ ഡോട്ട് കമ്മിറ്റ്. ഇതുപോലെ തന്നെ നമ്മൾ പ്രിഫറൻസ് അറ്റ് ടൈം കൊടുത്തു. ആഡ് ഇൻ്റർവെൽ ഇതുപോലെ തന്നെ കൊടുക്കാം. ഈ ഫംഗ്ഷൻ തന്നെ ഞാൻ കോപ്പി ചെയ്തു. ആഡ് ഇൻ്റർവെൽ എന്നാ ഫംഗ്ഷൻ മാറ്റി. ഇപ്പോൾ ആഡ് ഇൻ്റർവെൽ ഡിഫോൾട്ട് അറ്റ് ടൈം പ്രിഫറൻസിൽ അറ്റ് ടൈം എന്നുള്ളത് മാറ്റി ആഡ് ഇൻ്റർവെൽ എന്നാക്കി കൊടുക്കാം. നമ്മുടെ ആഡ് ഇൻ്റർവെൽ ഡിഫോൾട്ട് 120 ആണ്. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് സെക്കൻഡ് ആർഗ്യുമെൻ്റ് കൊടുക്കുക. അതൊരു ലോങ് ആയിരിക്കും. ലോങ് ഇൻ്റർവെൽ എന്ന് കൊടുക്കുക. ആ ഇൻ്റർവെൽ എന്നുള്ള വാല്യൂ നമ്മൾ സേവ് ചെയ്യുക. ഇവിടെ ഞാൻ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ മില്ലീസ് ഇത് ആവശ്യമില്ല. ഈ ലൈൻ ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നതും ടൈം സെറ്റ് ചെയ്യുന്നു. മില്ലീസിലുള്ള കറണ്ട് ടൈം സെറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇനിറ്റ് ആൻഡ് ലോഡ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ഓപ്പൺ ആക്ടിവിറ്റി ആഫ്റ്റർ ആഡ്. അതിൽ ഷോ ഇൻഡസ്ട്രീഷ്യൽ ആഡ് വിത്ത് ആക്ഷൻ. ഈ ഫംഗ്ഷനാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട ഇൻക്രിമെൻ്റ് അക്കൗണ്ട് ഇഫ് ഷോൺ വൺസ് എന്നുള്ളതാണ്. ആ ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ആഡ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തു. ഇൻഡസ്ട്രീഷ്യൽ ആഡിൻ്റെ ഒബ്ജക്റ്റ് ഇൻഡസ്ട്രീഷ്യൽ ആഡ് എന്നുള്ളതാണ്. അത് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ ടു നൾ.
ഇത് നള്ളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അപ്പോൾ നള്ളാണെങ്കിൽ അടി ലോഡാകത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ ലോഡ് ചെയ്യിക്കണം. ഇൻഡസ്ട്രീഷ്യയുടെ ഏതെങ്കിലും കാരണവശാൽ നള്ളായി പോയെങ്കിൽ നമുക്കത് ലോഡ് ചെയ്യിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ക്ലാസ് തന്നെ വിളിക്കാം. init and loaded. ആർഗ്യുമെന്റ് കോണ്ടെക്സ്റ്റ് ആണ്. mListener dot നെക്സ്റ്റ് ആക്ഷൻ. ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീഷ്യലായിട്ട് നള്ളാണെങ്കിൽ നമ്മുടെ ഒന്നുകൂടി ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളൂ. അതേ സമയത്ത് ലിസണർ ഡോട്ട് നെക്സ്റ്റ് ആക്ഷൻ വിളിച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയിക്കോളൂ. അതാണ് ഈ ഈഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്തത്. അതിനൊരു എൽസ് കണ്ടീഷൻ കൊടുക്കാം. എൽസ് ഇഫ് നമ്മൾ അക്കൗണ്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈസ് അക്കൗണ്ട് ഓക്കെ. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഡബിൾ ആമ്പർസെൻറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം അറ്റ് ടൈം ഇലാപ്സ്ഡ് ആയോ, ഈസ് അറ്റ് ടൈം ഇലാപ്സ്ഡ്. കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. CXT. ഓക്കെ, നമ്മളിവിടെ ചെക്ക് ചെയ്തു അക്കൗണ്ട് 5 times ആയോ. അതിനുശേഷം അഡ് കാണിച്ചതിന് ശേഷം 120 സെക്കൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ അഡിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ ഡോട്ട് ഈസ് ലോഡ് അഡ് ലോഡായോ എന്നുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ നമ്മളിവിടെ എന്താ അഡ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ അഡ് ഇൻഡസ്ട്രീഷ്യൽ അഡ് ഷോ എന്നുള്ള ഫംഗ്ഷനാണ് അത് കാണിക്കാൻ വേണ്ടി വിളിക്കേണ്ടത്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ അഡ് ഡോട്ട് സെറ്റ് അഡ് ലിസണർ. നമ്മൾ അഡ് ലിസണർ സെറ്റ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ mListener എന്നുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും അത്. mListener കൊടുത്തു. നമ്മൾ എന്തായാലും അഡ് ഒരു തവണ കാണിച്ചു, അതുകൊണ്ട് ഈ സഡ് ഷോൺ വൺസ് എന്നുള്ള വാല്യൂ ഡിഫോൾട്ട് ഫോൾസ് ഉള്ളത് നമ്മൾ ട്രൂ ആക്കി കൊടുത്തു. ഈ സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം, അത് കോണ്ടെക്സ്റ്റ് ആണ് ആർഗ്യുമെന്റ്. ഈ ഫംഗ്ഷൻ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടൈം നമ്മൾ അഡ് കാണിച്ചു ഈ സെക്കൻഡിൽ. അപ്പോൾ ഈ കറണ്ട് ടൈം നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം വിളിക്കുന്നത്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ല, അത് മാറ്റി നമുക്ക് ബൂലിയൻ ആക്കാം. നമ്മുടെ സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അറ്റ് ടൈം ഇവിടെ നമ്മൾ എല്ലാം ഓക്കെ ആണ്, അഡ് കാണിച്ചു. അപ്പോൾ നമുക്ക് അതൊരു റിട്ടേൺ ട്രൂ കൊടുക്കാം. ഈ എൽസ് ഇഫ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഒരു എൽസ് കണ്ടീഷൻ കൊടുക്കാം. ഈ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓക്കെ അല്ല, ഇതിലെന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഈ എൽസിലോട്ട് പോയിക്കോളും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇഫ് ഇൻഡസ്ട്രീഷ്യൽ അഡ് ലോഡ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് കണ്ടീഷന് ഇൻഡസ്ട്രീഷ്യൽ അഡ് ഡോട്ട് ഈസ് ലോഡഡ് ചെക്ക് ചെയ്തു.
അത് ചെയ്തിട്ടില്ല, അതിൻ്റെ നെഗേഷൻ എടുക്കാം. ഓക്കെ, ഇൻഡസ്ട്രീഷ്യലായിട്ട് ലോഡ് ചെയ്തിട്ടും ഇല്ല, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ലോഡ് ചെയ്തിട്ടും ഇല്ല, ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയുമല്ല എന്ന് പറഞ്ഞാൽ ഈസ് ലോഡിങ് എന്ന് ചോദിക്കും. ഈസ് ലോഡിങ് അങ്ങനെയുണ്ടെങ്കിൽ ലോഡ് ഇൻഡസ്ട്രീഷ്യൽ അഗെയിൻ അങ്ങനെ ഒരു ഫങ്ഷൻ കൊടുക്കാം. നമ്മൾ ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. നമ്മളൊരു വേറൊരു ഫങ്ഷനായിട്ട് ചെയ്യണമെന്നില്ല, സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ലൈനേ അത് വരത്തുള്ളൂ. അത് ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. എം ഇൻഡസ്ട്രീഷ്യൽ ആഡ് ഡോട്ട് ലോഡ് ആഡ് ന്യൂ ആഡ് റിക്വസ്റ്റ് ഡോട്ട് ബിൽഡർ builder dot build. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഇഫ് കണ്ടീഷന് നമ്മൾ ഒന്നുകൂടെ ആഡ് ലോഡ് ചെയ്യിച്ചു. അതിന് ശേഷം listener ഡോട്ട് ഓൺ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ലോഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നടന്നോളും, ആഡ് ഒന്നുകൂടെ ലോഡ് ചെയ്ത് വെച്ചോളും. അതേസമയം നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പൊക്കോളുകയും ചെയ്യും. ഇതിന് റിട്ടേൺ ടൈപ്പ് ഫോൾസ് കൊടുക്കാം. ഈ ഫസ്റ്റ് കണ്ടീഷനിൽ ഇവിടെ ബൂലിയൻ വാല്യൂ പാസ് ചെയ്യണം. അത് റിട്ടേൺ ഇവിടെ ഫോൾസ് കൊടുക്കാം. പ്രോപ്പറായിട്ട് അഡ് കാണിച്ച കേസിൽ മാത്രം നമ്മൾ ട്രൂ പാസ് ചെയ്തു, അല്ലെങ്കിൽ ഫോൾസ് പാസ് ചെയ്തു. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ എറർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അഡാപ്റ്റർ ക്ലാസ്സിൽ അഡ് വിളിക്കാനുള്ള കോഡ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഇൻഡസ്ട്രീഷ്യലായിട്ട് ചെക്ക് ചെയ്ത്, അതിന് ശേഷം നമ്മൾ ആക്ടിവിറ്റി വിളിക്കുകയാണ് ചെയ്തത്. ഈ ഡീറ്റെയിൽ ആക്ടിവിറ്റി എന്നുള്ള ആക്ടിവിറ്റിയാണ് വിളിക്കുന്നത്. ഈ കോഡ് കട്ട് ചെയ്തു. ഓൺ ക്ലിക്ക് ലിസണറിൽ ബാക്കി കോഡെല്ലാം കളഞ്ഞ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി വിളിക്കുന്ന ഈ കോഡ് മാത്രം ചെയ്തു. ഇവിടെ നമുക്ക് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡീറ്റെയിൽ ആക്ടിവിറ്റിയിലേക്ക് പോകണം. അതിനുവേണ്ടി ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കാതെ ഞാനിവിടെ ഇത് മാറ്റി ഒരു ഇൻഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇൻഡൻറ്റ് എം ഇൻഡൻറ്റ് ഈക്വൽ ടു ന്യൂ ഇൻഡൻറ്റ്. അതിന് ശേഷം ഞാൻ വിളിക്കുകയാണ് ആഡ് യൂട്ടിൽസ് ഡോട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ ഉണ്ട്, ഓപ്പൺ ആക്ടിവിറ്റി ആഫ്റ്റർ. അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യാം, കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡൻ്റ് ആണ്, അത് ഈ ഇൻഡൻ്റ് പാസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മളൊരു ചേഞ്ച് കൂടെ ചെയ്യാനുണ്ട്. അഡ് ലിസണർ വിത്ത് ആക്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു
അഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അഡ് ലോഡ് ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അഡ് യൂട്ടിൽസ് ലോഡ് എഗെയിൻ എന്നൊരു ഫംഗ്ഷൻ കൊടുക്കണം. അത് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമുക്ക് അഡ് യൂട്ടിൽസിൽ ചെയ്യാം. നമ്മൾ ഈ ചെയ്ത കാര്യം തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാം പബ്ലിക് സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കാം. ലോഡ് ഇൻഡസ്ട്രീഷ്യൽ അഗെയിൻ. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അതേ കോഡ് തന്നെ ചെയ്തു. അഡ് ഒന്നുകൂടെ ലോഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ലോഡ് ഇൻഡസ്ട്രീഷ്യൽ അഗെയിൻ എന്നുള്ള ഈ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്കിനി നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് എമുലേറ്ററിൽ റൺ ചെയ്ത് നോക്കാം. എമുലേറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്പിൽ ഒരു തവണ അഡ് കണ്ടതിന് ശേഷം 120 സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്ത അഡ് കാണിക്കുന്നുള്ളൂ. നമ്മുടെ അഡ് യൂട്ടിൽസ് എന്നുള്ള ഈ ക്ലാസ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നമ്മൾ ഈ ഷെയർഡ് പ്രിഫറൻസിൽ നിന്ന് ഡിഫോൾട്ട് 120 ആണ് കൊടുക്കുന്നത്. ഡിഫറൻസ് അതിവിടെയാണ് നമുക്ക് കാണാൻ പറ്റും. ടു ലോഡ് ആഫ്റ്റർ 120 സെക്കൻഡ്. ഡിഫോൾട്ട് വാല്യൂ 120 ആണ്. നമുക്കത് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അഡ് ഇൻ്റർവെൽ എന്നുള്ള ഈ ലൈനിൽ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി വിളിച്ചു ഇനിറ്റ് ആൻഡ് ലോഡ് അഡിന് മുൻപ് നമുക്കിങ്ങനെ വേണേൽ കൊടുക്കാം. അഡ് യൂട്ടിൽസ് ഡോട്ട് സെറ്റ് ഷെയർഡ് പ്രിഫറൻസ് അഡ് ഇൻ്റർവെൽ. അതിൽ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ആണ്, അത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് 120 ആണ് കൊടുത്തത്. പക്ഷേ 120ൽ ചേഞ്ച് ആണെന്ന് കാണണമെങ്കിൽ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഒരു 20 സെക്കൻഡിന് ശേഷം അടുത്ത ആക്ടിവിറ്റി ഇത് ഇൻഡസ്ട്രീഷ്യലായിട്ട് കാണിക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ 20 ആക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഡിഫോൾട്ട് 120 ആണ്. നമ്മളിത് ഈ ലൈൻ കൊടുത്തില്ലെങ്കിൽ 120 ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് വേണേൽ അതും മാറ്റി കൊടുക്കാൻ പറ്റും. അത് ഞാൻ കാണിക്കാം. ഇപ്പം നേരത്തെ ഞാൻ റൺ ചെയ്ത് 120ലാണ്. ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തു, അഡ് ഓപ്പൺ ആയി, അഡ് ക്ലോസ് ചെയ്തു, ഡീറ്റെയിൽ ആക്ടിവിറ്റി ഓപ്പൺ ആയി. ഞാൻ ബാക്ക് അടിച്ചു, നെക്സ്റ്റ് ആക്ഷൻ ചെയ്തു. പക്ഷെ ഇവിടെ അഡ് കണ്ടില്ല. അപ്പോൾ നമ്മുടെ ആപ്പ് അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 2 മിനിറ്റിന് ശേഷം വീണ്ടും അഡ് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ മടി കൊണ്ടാണ് ഞാൻ ഇൻ്റർവെല് 120 മാറ്റി ഡിഫോൾട്ട് ഇൻ്റർവെല് ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ആക്കി. ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടൈം ഒന്ന് നോക്കണം. ഞാൻ ടൈം കൂടി ഇവിടെ എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് 20 സെക്കൻഡ് ആയോ എന്ന് അറിയാൻ പറ്റും. 20 സെക്കൻഡ് 5 ആക്ഷൻസും കഴിയണം, എന്നാലേ അടുത്തത് കാണാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു, അഡ് വന്നു, ക്ലോസ് ചെയ്തു, ഡീറ്റെയിൽ ആക്ടിവിറ്റി വന്നു. നമുക്ക് ഈ ടൈം ഒന്ന് എടുത്തു വെക്കാം, 31. ഓക്കെ, 5 ആക്ഷൻസും കഴിയണം. ഇത് 3rd ആക്ഷൻ, 4th ആക്ഷൻ, 5th ആക്ഷൻ. കണ്ടോ, 5th ആക്ഷന് ശേഷം 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയെന്ന് തോന്നിയാൽ വിഷമിക്കേണ്ട. ഞാൻ ഇതിൻ്റെ ഒരു കോഡ് ജിറ്റ്ഹബിലിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത് റെഫർ ചെയ്താൽ മനസ്സിലാകും. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ചെയ്തത്.
ഇപ്പോൾ നമ്മുടെ ഇൻ്റർസ്റ്റീഷ്യലായിട്ട് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അഡാപ്റ്റർ ക്ലാസ് വിളിച്ചു, നമ്മുടെ ആപ്പ് ലോഡ് ആകുമ്പോൾ തന്നെ ഇൻ്റർസ്റ്റീഷ്യൽ പ്രീലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏത് പേജ് വേണമെങ്കിലും നമുക്ക് അഡ് കാണിക്കാൻ പറ്റും. അതാണ് ഈ അഡ് യൂട്ടിൽസ് ക്ലാസ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും ലോഡ് ചെയ്ത് അവിടെയൊക്കെ തന്നെ കാണിക്കാൻ നോക്കുകയാണെങ്കിൽ പോളിസി വയലേഷൻ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിനൊക്കെയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം, എന്നാലും പ്രശ്നമില്ല. ഈ കോഡ് റെഫർ ചെയ്ത് ഇങ്ങനെ തന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഡിഫോൾട്ട് 120 കൊടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ 20 കൊടുത്ത് റൺ ചെയ്തത്. ഈ 2 മിനിറ്റിന് ശേഷം, ഈ 120 സെക്കൻഡിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഇനിറ്റ് ലോഡ് അഡിന് മുന്നേ ഈ വാല്യൂ കൊടുത്തെങ്കിൽ 2 മിനിറ്റിന് ശേഷമായിരിക്കും അഡ് കാണുന്നത്. ഇത് വേണേൽ നമുക്ക് 120 കൂടുതലാക്കാം. 120 ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം. അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.